ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളൊന്ന് പുറത്ത് പോകാം കേട്ടോ. പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാത്തുള്ളൊരു യാത്രയാണ്. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാത്തൊരു യാത്രയാണ്. ജസ്റ്റ് പുറത്തേക്കൊന്ന് പോകാം എന്ന് പറഞ്ഞിറങ്ങിയതാണ്. അങ്ങോട്ടേക്കാന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒരു 2 ദിവസം കൂടുമ്പോഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് എന്നുള്ള രീതിയിലല്ല, എവിടെയെങ്കിലും പോകാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അങ്ങനെ പോയി ഞങ്ങളുടെ ഹോം ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. എടപ്പള്ളി എത്തി. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. രണ്ടുപേരുടെയും വീട് എടപ്പള്ളിയാണ്. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു എടപ്പള്ളി പാലം വരുന്നതിന് മുന്നേ, ലുലു ഒക്കെ വരുന്നതിന് മുന്നേ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ വഴിയാണ് ബസ് വന്നിരുന്നത്. ഇപ്പോൾ കാണുന്ന ബസ് റൂട്ടല്ല, അതിൻ്റെ റൈറ്റ് സൈഡ് വേറൊരു പഴയ ബസ് റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമാണ് കേട്ടോ. ആ ടൈമിൽ ഈ റെയിൽവേ ഗേറ്റിന് ചില സമയത്ത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് നടന്നു വരും, 2 സ്റ്റോപ്പും കൂടി ഉള്ളു വീട്ടിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബസ് കയറി വരും. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകളായിപ്പോൾ. ലുലു ഒക്കെ പണിയുന്ന ടൈമുണ്ടല്ലോ, ഞാൻ അതിലേ പോകുമ്പോൾ ഓർക്കും ഇവിടെ എന്ത് വരാനാണ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേമാതിരി കിടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഒന്നിനും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചതുപ്പ് നിലം പോലെ കിടക്കുന്നൊരു പ്ലേസ് ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കും കേട്ടോ, ഇത് എന്താണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത്. എടപ്പള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ലുലുവിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ലുലുവിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ വീടിന് അടുത്താണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാം. മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും. അപ്പോൾ അങ്ങനെ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ദിവസമാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ തിരക്കുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കി കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ഭയങ്കര ഓഫറെന്നൊന്നും പറയാനായിട്ടില്ല. കുറച്ച് പാൻറ് സെറ്റിനൊക്കെ ഓഫേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കപ്പ് സെറ്റുകൾക്ക് അങ്ങനെ ഓഫേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീടുകളിലേക്ക് വാങ്ങിക്കുന്ന സാധാരണ ഐറ്റംസ് ഒന്നും ഞങ്ങളങ്ങനെ നോക്കിയില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. അപ്പോൾ ഹസ്ബൻഡിനും മധുരം ഇഷ്ടമാണ്. മധുരം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മധുരങ്ങൾ. അപ്പോൾ അത് എന്നൊരു 3 ടൈപ്പ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആലും എന്നെ കണ്ടപ്പോൾ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഹൈപ്പറിലെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിയാമെന്ന് ഓർത്തിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിൽ ഞങ്ങളങ്ങനെ മാക്സിമം കയറാറില്ല കേട്ടോ. കാരണം ഒരു ആഹിൽ കുഞ്ഞായിരിക്കുന്ന ടൈം മുതൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പ്ലേസ് ആയിരുന്നു. ഞങ്ങൾ അന്നേരമൊക്കെ എടപ്പള്ളി തന്നെയായിരുന്നു. അതുകൊണ്ട് മിക്കപ്പോഴും പോയിരുന്നൊരു പ്ലേസാണ്. പിന്നെ ഈ അടുത്തൊന്നും അങ്ങനെ കയറാറില്ല ഒരു സെക്ഷനിലേക്ക്. ആഹിൽ വലുതായല്ലോ. പിന്നെ ഇപ്പോൾ ആലിമായ പിന്നെ ഇപ്പോഴാണൊന്ന് ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് കടന്ന് നോക്കുന്നത് കേട്ടോ. മിക്കപ്പോഴും പോകാറുണ്ടെങ്കിലും ഈ ഒരു സൈഡ് മാക്സിമം ഒഴിവാക്കിയാണ് ചെയ്യാറ്. ഫുഡ് വാങ്ങിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവനെ കയറി കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവനെയും കൊണ്ട് അങ്ങനെ ആ ഒരു സൈഡിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ആള് ഭയങ്കര സംസാരമാണ് കേട്ടോ. അപ്പോൾ അവനൊരു കമ്പനി കൊടുക്കാനായിട്ട് ആഹിലും കൂടി കയറിയിരുന്നു. അപ്പോൾ ആഹിലിനോട് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ആൾ ഫുൾ ഇംഗ്ലീഷാണ് കേട്ടോ സംസാരിക്കുന്നത്. ഈ കാർട്ടൂൺ കണ്ട് ഫുൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ആഹിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഹിന്ദി ആയിരുന്നു. ഹിന്ദി മാത്രമേ പറയുള്ളായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ ആക്കിയ സമയത്ത് അവൻ പതുക്കെ മറ്റുള്ള കുട്ടികൾ മലയാളം പറയുമ്പോൾ ഹിന്ദിയൊക്കെ കേൾക്കുമ്പോൾ അവരെന്തോ ഒരു അത്ഭുതത്തോടെ അവനെ കളിയാക്കി തുടങ്ങിയപ്പോഴാണ് പതുക്കെ അവൻ ഹിന്ദി സംസാരിക്കാണ്ടായത്. പക്ഷേ ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി നല്ലപോലെ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലാണ് കേട്ടോ പോയത്. അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബൂസും ബ്രോസ്റ്റഡും ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകാമെന്നോർത്താണ് ഇറങ്ങിയതെങ്കിലും ഫാഷൻ സ്റ്റോർ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 1-2 ഐറ്റംസ് വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ഫാഷൻ സ്റ്റോറിൽ കയറി വേണ്ട ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കാർ പാർക്കിങ്ങിലേക്ക് എത്തിയപ്പോഴേക്കും കാറുകളൊന്നും കാണുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. ലുലു ക്ലോസിങ് ടൈം ആയി. 11 മണി കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.